പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഡീൽ മറച്ചുവെക്കാനാണ് കള്ളപ്രചാരണം നടത്തുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കാണ് ഡീൽ. ഒരു സ്ത്രീയെയും അധിക്ഷേപിക്കാൻ പാടില്ലെന്നാണ് യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപത്തിൽ 24-നോട് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാഞ്ഞിരപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതാണ് രമേശ് ചെന്നിത്തല. എന്തായാലും നമ്മളോടൊപ്പം രമേശ് ചെന്നിത്തല കൂടി ഇപ്പോൾ ചേരുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ UDFന്റെ വൻപിച്ച മുന്നേറ്റമാണ്. റോണി കെ ബേബി എന്ന സമർത്ഥനായ പ്രൊഫസറാണ്. എല്ലാ രംഗത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ മുന്നേറ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു കാര്യം, ഡീൽ വിവാദം സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും BJPയുടെ ബി പാർട്ടിയായി പ്രവർത്തിക്കുന്നു എന്നാണ് ആ ആരോപണം. മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഡീൽ മറച്ചുവെക്കാനാണ് അദ്ദേഹം ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനാണ് ഡീലുള്ളത്. അത് മറച്ചുവെക്കാൻ ശ്രമിക്കുക, അത് നടക്കാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം, ഈ യു പ്രതിഭയ്ക്കെതിരെയുള്ള ആരോപണം ഒരിക്കലും ആ പ്രയോഗത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. യു പ്രതിഭ എന്നല്ല, ഒരു സ്ത്രീയെയും ആക്ഷേപിക്കാൻ പാടില്ല. അതാര് ചെയ്താലും അവരുടെ പേരിൽ UDF നടപടിയെടുക്കുമെന്ന് കായംകുളത്ത് തന്നെ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് CPMന്റെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്ന റിപ്പോർട്ട് അവരുടെ വിജിലൻസാണ്. ആ വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു ഒന്നുമില്ല എന്ന്. അപ്പോൾ ശബരിമലയിലെ കൊള്ളക്കാരെ രക്ഷിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായിരുന്നു. അത് ഒളിഞ്ഞ് പാളീസായിരിക്കും. ഉണ്ടാവും. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല കാഞ്ഞിരപ്പള്ളിയിലാണ് എത്തിയത്. അവിടെ വെച്ചാണ് ഈ പ്രതികരണം നടത്തിയത്. എന്തായാലും യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നു. ശബരിമല വിഷയത്തിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലുള്ള മറുപടിയാണ് നമ്മളിപ്പോൾ കേട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.